എക്സ്ട്രാ ഏണിങ്സ് കൂടെ വേണം. കാരണം നമുക്കറിയാലോ ഇന്നത്തെ നമ്മുടെ ഒരു വീട്ടിലെ ചെലവനുസരിച്ച് ഒരു വരുമാനം കൊണ്ടൊക്കെ നമുക്ക് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ഒരു വരുമാനം കൂടെ വേണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ടൈമിലാണ് എന്റെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ എനിക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദിവസം 30,000 രൂപ വരെ, അതായത് എന്റെ ജോലിയിൽ നിന്ന് പോലും എനിക്ക് അങ്ങനെ ഒരിക്കലും വാങ്ങാൻ സാധിക്കില്ല. പക്ഷേ എനിക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്താണെങ്കിൽ പോലും ഒരു ദിവസം 30,000 രൂപ വരെ വാങ്ങാൻ കഴിയുന്ന ഇങ്ങനെ ഒരു അവസരം ഉണ്ട് എന്ന് കേട്ട സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അതിന്റെ നെഗറ്റീവ് സൈഡ് അല്ല നോക്കിയത്, അല്ലെങ്കിൽ പിന്നെ എനിക്കിത് കിട്ടില്ല എന്നല്ല ഞാൻ നോക്കിയത്. എനിക്കും കയറി നിന്ന് ഇതൊക്കെ വാങ്ങിയെടുക്കണം, എനിക്കും ഇതൊക്കെ കിട്ടണം എന്നതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രോജക്റ്റ് ആത്മാർത്ഥമായിട്ട് എന്റെ ജോലിയോടൊപ്പം വളരെ പാർട്ട് ടൈം ആയിട്ട് ഞാനത് ചെയ്തു തുടങ്ങി. എന്റെ വേണ്ടപ്പെട്ട കുറച്ച് പേരിലേക്കൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പ്രൊമോഷൻ ഞാനത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു വരുമാനം ഈ ഒരു ഫിജി കാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ, അതായത് ഞാൻ എങ്ങനെയാണോ സാലറി വാങ്ങുന്നത് അതുപോലെ തന്നെ ഫിജി കാർഡിലൂടെ എനിക്ക് ഒരു എക്സ്ട്രാ ഏണിങ്സ് എന്റെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ എനിക്ക് വാങ്ങാനായിട്ട് സാധിച്ചു. ഇപ്പൊ 3 വർഷം പിന്നിടുമ്പോൾ കമ്പനിയുടെ 8ാമത്തെ റാങ്ക് പൊസിഷനിൽ നിൽക്കുകയാണ്. ഇന്ന് ഫിജി കാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ ഫുൾ ടൈം ആയിട്ടാണ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. കാരണം ഈ കമ്പനിയിൽ നേരത്തെ പ്ലാൻ പ്രസന്റേഷനിൽ മാഡം പറഞ്ഞ ഒരു ദിവസം 30,000 എന്ന സീലിംഗ് ഉൾപ്പെടെ അച്ചീവ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അതിനോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ 50,000 രൂപയുടെ റൈഡർ ഫണ്ട്, എനിക്ക് ടാക്സ് പോയിട്ടുള്ള പൈസ എന്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് മേടിക്കുവാനായിട്ട് സാധിച്ചു. അപ്പൊ ഇതൊക്കെ എന്റെ ജോലിയിലൂടെ എനിക്ക് നേടാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇത് ഫിജി കാർഡ് ഞാൻ ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാണ്. ആർക്കും സിമ്പിൾ ആയിട്ട് വിജയിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പൊ അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ചീഫ് ഗസ്റ്റിനെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ടൈമാണ്. തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും ഇതില് വലിയൊരു സക്സസ് കൊണ്ടുവരാൻ സാധിക്കും എന്നതിന് തെളിവാണ് നമുക്ക് വരുന്ന ഈ നമ്മുടെ പ്ലാൻ പ്രസന്റേഷൻ ആയിക്കോട്ടെ, വരാൻ പോകുന്ന നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിക്കോട്ടെ, ആർക്കും ഏറ്റെടുത്തു കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു പ്രൂഫാണ്. അടുത്തതായിട്ട് ഞാൻ ക്ഷണിക്കാൻ പോകുന്ന ചീഫ് ഗസ്റ്റ് മറ്റൊരു പെൺപുലിയാണ്. പേര് സന്ധ്യ എന്നാണ് മാഡത്തിന്റെ പേരെന്ന് പറയുന്നത്. പെരുമ്പാവൂരാണ് സ്വദേശം. കമ്പനിയുടെ സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജിയസ് റാങ്ക് ആണ് മാമിന്റെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു റാങ്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 5 ലക്ഷത്തിന്റെ കാർ ഫണ്ട് ഉൾപ്പെടെ ഒരു വീട്ടിലേക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു റാങ്ക് പൊസിഷൻ ആണ്. അപ്പോ സ്നേഹ മേഡം, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ മാം സന്ധ്യ മാം. ഓക്കെ, സന്ധ്യ മാം കമ്പനിയുടെ തായ്ലൻഡ് ട്രിപ്പ് അച്ചീവർ ആണ്. അതുപോലെ ഈ കമ്പനിയുടെ ഒരു ദിവസം 30,000 ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായെന്ന് വരില്ല. മാമിന്റെ എക്സ്പീരിയൻസും നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മാഡിൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇനിയുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഏറെ സ്നേഹത്തോടെ ഏറെ ആദരവോടുകൂടെ ഈ ഒരു സ്ക്രീനിലേക്ക് സന്ധ്യ മാമിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. മാഡം, പ്ലീസ് വെൽക്കം ടു ദ സ്ക്രീൻ. ക്ലാസ് പിൻ പോയിന്റ് പിന്നെ ഓഡിബിൾ ആണോ? മാം ഓഡിബിൾ ആണ്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. ഇത് മാഡം എന്നെ വളരെ കാര്യമായിട്ട് എല്ലാവർക്കും പരിചയപ്പെടുത്തി. അപ്പോ ഏറ്റവും ആദ്യം തന്നെ വളരെ പവർഫുൾ ആയിട്ടല്ലേ നമ്മുടെ 160-ൽ പരം വർഷത്തെ ട്രഡീഷണൽ ബിസിനസ് രംഗത്ത് പേരും പെരുമയും തെളിയിച്ചിട്ടുള്ള ചെമ്മണൂർ ഇന്റർനാഷണലിന്റെ ഏറ്റവും പുതിയ ബിസിനസ് സംരംഭങ്ങളിൽ ഒന്നായ fijica.com-ന്റെ ഇന്നത്തെ ബിസിനസ് പ്രസന്റേഷനിലേക്ക് MC ചെയ്യാനായിട്ട് കടന്നു വന്ന നീതു മാഡം വളരെ പവർഫുൾ ആയിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, ജോലി ഉണ്ടായിരുന്ന ഒരാളാണ്, വളരെ സ്മാർട്ടായിട്ട് മിടുക്കിയായിട്ട് ജോലി ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ബിസിനസ് ഏറ്റെടുക്കുകയും
ഒരുപാട് വിജയങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കുകയും ചെയ്ത ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നല്ല പവർഫുൾ ആയിട്ട് മാഡം MC ചെയ്തു. ഒപ്പം തന്നെ സ്നേഹ മാഡം പല പ്രോഗ്രാമുകളിലും സ്നേഹ മാഡത്തിനും എനിക്കും ട്രെയിനിങ്ങുകളിലൊക്കെ ഒരുമിച്ച് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലായിട്ട് പരിചയമുള്ള ഒരു ലീഡർ കൂടിയാണ് സ്നേഹ മാഡം. രണ്ടുപേരും ഇന്നത്തെ MC പ്ലാൻ പ്രസന്റേഷനും വളരെ കോൺഫിഡന്റ് ആയിട്ട് മനോഹരമായിട്ട് നമ്മളുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. രണ്ടുപേർക്കും ഒരുപാട് വിജയങ്ങൾ ആശംസിക്കുകയാണ്. ഫിജിക്കാട്ടിന്റെ വലിയ വലിയ വേദികൾ അലങ്കരിക്കാനായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും തീർച്ചയായിട്ടും സാധിക്കും. ഒപ്പം തന്നെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ടല്ലേ, നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്യുന്നത് മറ്റാരും അല്ല. നമ്മൾ വിചാരിക്കും നമ്മളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം മറ്റാരൊക്കെയാണ് ഏറ്റെടുക്കേണ്ടത്. പക്ഷെ ശരിക്കും റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യമായിട്ട് ഈ പ്ലാൻ കേൾക്കാൻ, അല്ലെങ്കിൽ ഈ ബിസിനസ് അവസരം എന്താണെന്ന്, ഈ ബിസിനസ് ചെയ്ത് സക്സസ് ആയ കുറച്ചു പേര് സംസാരിക്കുമ്പോൾ അത് കേൾക്കാനായിട്ടൊരു തീരുമാനം എടുത്ത് 1 മണിക്കൂർ മാറ്റി വെച്ച നിങ്ങളെ ഓരോരുത്തരെയും, ഗസ്റ്റ് ആയിട്ട് വന്നവരുണ്ടാവാം, പുതിയ പാർട്ട്നേഴ്സ് ഉണ്ടാവാം, ജോയിൻ ചെയ്ത് കുറച്ച് നാളായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നവരുണ്ടാവാം. എന്തായാലും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1 മണിക്കൂർ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ കുറച്ച് സമയങ്ങൾ മാറ്റി വെച്ചവരാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സ്ഥാനത്ത് ഇരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും എൻ്റെ പേര് സന്ധ്യ, എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് ഏകദേശം ഒരു 3.5 വർഷക്കാലമായി കമ്പനിയുടെ 10ാമത്തെ റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. എന്നെ ഈ ബിസിനസ് എന്നോട് ഞാൻ ആദ്യമായിട്ട് ഈ ബിസിനസിനെ കുറിച്ച് കേൾക്കുന്നത് 2021 ഒരു ജൂൺ മാസത്തിലാണ്. എൻ്റെ സുഹൃത്തും ഞങ്ങളുടെ വാർഡ് മെമ്പറുമായിട്ടുള്ള കമ്പനിയുടെ ഇന്നത്തെ പവർഫുൾ ലീഡർ ബിബിൻ ഷാ മാഡമാണ് എന്നോട് ആദ്യമായിട്ട് ഈ ബിസിനസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഞാൻ ഒരുപാട് പ്രാധാന്യം വന്നത് പറഞ്ഞെങ്കിലും കൽപ്പിച്ചില്ല. പക്ഷെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പലരും ഈ ബിസിനസ് ചെയ്യുന്നതും അവർക്ക് വരുമാനം എത്തുന്നതും എനിക്ക് കുറച്ചുകൂടി അടുപ്പവും ബന്ധമുള്ള ആളുകളൊക്കെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരികയും ബിബിൻ ഷാ മാഡത്തിന്റെയും അവരുടെയും റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പിന്റെ ഫലമായിട്ട് ഞാനും ഈ ബിസിനസ് ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോ കുറെ ആശങ്കകളൊക്കെ അന്ന് എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് പറ്റുമോ, എന്നെ കൊണ്ട് സാധിക്കുമോ, ഇതൊക്കെ മുന്നോട്ട് ഒരുപാട് നാൾ പോകുമോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും അവരുടെ ഒരു വാക്ക്, വരുമാനം കിട്ടുന്നുണ്ട് ചേച്ചി, ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം, ആ ഒരു വാക്കിൽ വിശ്വസിച്ച് ഇതിന്റെ പ്ലാൻ അവര് എന്റെ വീട്ടിൽ വന്ന് പറയുകയും അന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാനൊരു ശ്രമം നടത്താൻ തീരുമാനിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇതൊരു ബിസിനസ് അവസരമാണ്. ലോകത്തെ ഏതൊരു ബിസിനസ് അവസരവും പോലെ തന്നെ ബിസിനസ്സിലൂടെ വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾക്ക് ആ ബിസിനസ്സിൽ ചെയ്യാനുള്ള റോള് വ്യക്തമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ബിസിനസ്സിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കുക. അപ്പൊ ഏതൊരു ബിസിനസ്സിലും ഒരു റിസ്കിന്റെ ഫാക്ടർ ഉണ്ട്, ഒരു ഹാർഡ് വർക്കിന്റെ ഫാക്ടർ ഉണ്ട്, അതായത് അല്ലെങ്കിൽ ഒരു എഫേർട്ടിന്റെ ഫാക്ടർ ഉണ്ട്. അതിനുശേഷമാണ് സക്സസിലേക്ക് എത്തുക. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ സമയത്ത് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ബിസിനസ്സിൽ റിസ്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇല്ല. നമ്മൾ ഇതിന്റെ പ്ലാൻ കേട്ട് മനസ്സിലാക്കി നമുക്ക് താല്പര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റിസ്ക് ഇല്ലാതെ തന്നെ ഈ ബിസിനസ്സിലേക്ക് ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ സക്സസ് ആവാൻ പറ്റുന്ന ഒരു സീക്രട്ട് ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഘടകം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം സ്വഭാവമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്തു പോകുന്ന പല ബിസിനസ്സുകളും നമ്മുടെ നാട്ടിലെ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം ഇവിടെ ഫിജിക്കാർഡിന്റെ പ്ലാൻ കേട്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 150-ൽ പരം വർഷമായിട്ട് ട്രഡീഷണൽ ബിസിനസ് രംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന, യാതൊരു ബിസിനസ് മേഖലയിൽ യാതൊരു കളങ്കവും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചെമ്മണൂർ ഇന്റർനാഷണലിന്റെ ഒരു സംരംഭമാണ് ഫിജിക്കാർഡ്.com. അതല്ലാതെ പുതിയൊരു റഫറൽ മാർക്കറ്റിംഗ് കമ്പനി തുടങ്ങാൻ വേണ്ടി ഫോം ചെയ്ത ഒരു ബിസിനസ് ഗ്രൂപ്പ് അല്ല ഈ ബിസിനസ് നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മാത്രമല്ല, ചെമ്മണൂർ ഇന്റർനാഷണലിനെ നമ്മൾ അറിഞ്ഞിരുന്നത് സ്വർണം വിൽപ്പന ചെയ്യുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലേ. നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള സ്ഥലത്ത് പോയി മാത്രമേ നമ്മൾ സ്വർണം വാങ്ങൂ. അപ്പോ അങ്ങനെയാണെങ്കിൽ 150 വർഷം മലയാളികളുടെ വിശ്വസ്തരായിരുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ചെമ്മണൂർ ഇന്റർനാഷണൽ. അതിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ 4ാം തലമുറക്കാരനാണെങ്കിലും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളാണ് ബോബി ചെമ്മണൂർ.
ഏതൊരു വീട്ടിൽ പോയി നമ്മൾ പ്ലാൻ പറയുമ്പോഴും ഇത് ബോബി ചെമ്മണ്ണൂരിന്റെ ബിസിനസ് ആണെന്ന് പറയുമ്പോൾ ഈ 4 വർഷത്തിനിടയിൽ എനിക്ക് ഒരിക്കൽ പോലും ആരാണ് ബോബി ചെമ്മണ്ണൂർ എന്നൊരു ചോദ്യം നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പൊ മലയാളികൾക്ക് അത്രമേൽ പരിചിതനായ ഒരു സെലിബ്രിറ്റി ബിസിനസ്മാൻ, ഒരു മനുഷ്യ സ്നേഹി, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ് എന്നുള്ളതാണ് എന്നെ ആകർഷിച്ച ഒന്നാമത്തെ ഘടകം. മറ്റൊന്ന് ഇതിന്റെ ലീഗാലിറ്റിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകൾ ഈ സ്വഭാവം ഉള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ആ ബിസിനസ് രംഗത്ത് നിന്നും എന്തെങ്കിലും ചതിയോ നഷ്ടമോ സംഭവിച്ചു കഴിഞ്ഞാൽ ചെന്നു പറയാൻ ഒരു ഫോറം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഇത്തരം ബിസിനസ്സുകളുടെ ഒരു പോരായ്മയായിരുന്നു. അത് മനസ്സിലാക്കിയ നമ്മുടെ ഗവൺമെന്റുകള് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പലതും സംഭാവന ചെയ്യാൻ കഴിയുന്ന, മറ്റു പല രാജ്യങ്ങളിലും അവരുടെ റവന്യൂയിലേക്ക് പലതും സംഭാവന ചെയ്യുന്ന ഈ ഡയറക്ട് സെല്ലിംഗ് മേഖല, നെറ്റ്വർക്കിംഗ് മേഖല എന്തുകൊണ്ട് ഇന്ത്യ പോലെ ഇത്രയും പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്ത് ക്ലിക്ക് ആവുന്നില്ല എന്ന പഠനം നടത്തി കഴിഞ്ഞപ്പോൾ കൃത്യവും വ്യക്തവുമായ നിയമത്തിന്റെ ചട്ടക്കൂടില്ലാത്തത് കൊണ്ട് മാത്രമാണെന്ന് ആ പഠനം നടത്തി മനസ്സിലാക്കുകയും ഈ ബിസിനസിനെ 2018 മുതൽ നിയമത്തിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനും ഗവൺമെന്റ് തലത്തിൽ ഒരു തീരുമാനം എടുത്തു. പിന്നീട് 2021 സംസ്ഥാന ഗവൺമെന്റുകൾ പുതിയൊരു വലിയ മുന്നേറ്റം, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പരിധിയിലേക്ക് ഇത്തരം ബിസിനസ്സുകളെ കൊണ്ടുവന്നു. ഉപഭോക്താക്കൾ ഒരു തരത്തിലും ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല എന്ന കൃത്യമായ നിഷ്കർഷയോട് കൂടിയിട്ടാണ് ഇന്ന് ഗവൺമെന്റ് ഈ ബിസിനസ്സുകൾക്ക് അനുമതി നൽകുന്നത്. മാത്രമല്ല ഓഡിറ്റ് ചെയ്യാനായിട്ട് അതിന് ഒരു പ്രത്യേക അതോറിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മൾക്ക് നിയമപരമായി ഉണ്ടാക്കിയ മനുഷ്യന്റെ ജീവനോ സമ്പദ് വ്യവസ്ഥയ്ക്കോ സമൂഹത്തിനോ കേടുപാടുണ്ടാക്കാത്ത ഉൽപ്പന്നങ്ങള് ഉപഭോക്താക്കളുടെ ഒരു ശൃംഖല ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വിപണനം നടത്തിക്കൊണ്ട് അതിന്റെ ലാഭവിഹിതം വാങ്ങിക്കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കൺസെപ്റ്റാണിത്. മറ്റൊന്ന് ഇതിന്റെ യൂണിയൻ സപ്പോർട്ടാണ്. നമ്മുടെ നാട്ടിലെ 5 ട്രേഡ് യൂണിയനുകളുടെയും പിന്തുണ ഫിജി കാർഡിനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ബിസിനസ് ഏറ്റെടുക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഘടകം. മറ്റൊന്ന്, ഈ ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ നമുക്കറിയാം, നമുക്കൊരു ഫാക്ടറി വേണ്ട, മിഷൻ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിലും നമുക്ക് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നമ്മുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന കുറച്ച് ഉൽപ്പന്നങ്ങൾ നമുക്ക് ചൂസ് ചെയ്തുകൊണ്ട് ലൈഫിൽ ഒരൊറ്റ പർച്ചേസിലൂടെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാമെന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ അങ്ങനെ ഞാനും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരികയാണ്. ഇതൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് ടാർജറ്റുകൾ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്, നമ്മുടെ സമയത്തിന് ഈ ബിസിനസ് പഠിച്ചു മനസ്സിലാക്കി നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് മറ്റൊരു ഘടകം. അങ്ങനെ ഈ ബിസിനസ്സിലേക്ക് ഞാനും കടന്നു വന്നു. ഇന്ന് 4 വർഷങ്ങൾക്കിപ്പുറം എനിക്ക് ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന എല്ലാവരോടും ഒരേ സ്വരത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും എന്റെ ലൈഫിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു ബിസിനസ്സാണ് ഫിജിക്ക.com. ധൈര്യമായിട്ട് 100% ലീഗാലിറ്റിയോടെ, ക്രെഡിബിലിറ്റിയോടെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാം, ബിസിനസ് ചെയ്യാൻ, വരുമാനം ഉണ്ടാക്കാം. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല മറ്റു പലരുടെ ലൈഫിലും ഒരു പ്രതീക്ഷയും ആശ്വാസമൊക്കെ ആകാനായിട്ട് ഈ ബിസിനസിന്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകത. ഒരു 100 പോയിന്റ് വരുന്ന വരുമാനം എന്ന് പറയുന്നത് പ്ലാൻ പ്രസന്റ് ചെയ്ത സ്നേഹ മാഡം പറഞ്ഞതുപോലെ, എന്നെ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് നീതു മാഡം പറഞ്ഞതുപോലെ, ഇന്ന് ഒരു ദിവസം എന്റെ അക്കൗണ്ടിലേക്ക് വന്ന വരുമാനം 30,000 രൂപയാണ്. ഞാൻ ഇന്ന് സീലിംഗ് അച്ചീവർ ആണ്. ഇന്നലെ ഞാൻ നേരിട്ട് പോയി നടത്തിയ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു കച്ചവടത്തിന്റെ ലാഭമല്ല എനിക്ക് കിട്ടിയത്, ലിവറേജ്. ഞാനും എന്റെ ടീമും, ഞാൻ എന്റെ ടീമിന്റെ സമയം ഏറ്റെടുത്തുകൊണ്ട് ഞാനും എന്റെ ടീമും ഒരുമിച്ച് നടത്തിയ പ്രയത്നത്തിന്റെ ഫലമായിട്ട് എന്റെ ടീമിന്റെ വർക്കിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇന്ന് 30,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വാങ്ങാൻ സാധിച്ചത്. ഇത് ആദ്യത്തെ തവണയല്ല ഞാനൊരു സീലിംഗ് അച്ചീവർ ആകുന്നത്. ഏകദേശം ഒരു 10-ൽ കൂടുതൽ തവണ, 12ഓളം പ്രാവശ്യം കമ്പനിയുടെ സീലിംഗ് അച്ചീവർ ആവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, പ്ലാൻ പ്രസന്റേഷനിൽ നിങ്ങൾ കണ്ട 10ാമത്തെ റാങ്കിൽ എത്തുന്ന സമയത്ത് ഒരു പാർട്ട്ണർക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ലീഡർക്ക് എന്തെല്ലാം കാര്യങ്ങൾ
എലിജിബിലിറ്റി പ്രകാരം നൽകുമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഈ നിമിഷം വരെ ഒന്നും ബാക്കിയില്ലാതെ കൈപ്പറ്റിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്നലെ നടന്ന ബിസിനസിന്റെ മാച്ചിങ് ബോണസായ 30,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ടാക്സ് കഴിച്ച് ക്രെഡിറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ മാച്ചിങ് ബോണസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നലെ വരെയുള്ളത്. മറ്റൊന്ന് മന്ത്ലി പെർഫോമൻസ് ബോണസ് ആണ്. ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന 5ാമത്തെ മാസം കമ്പനിയുടെ ഏറ്റവും എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന് അച്ചീവ് ചെയ്യുന്ന ഒരു റാങ്കാണ് 3ാമത്തെ റാങ്ക്, ആദ്യത്തെ മൈൽ സ്റ്റോൺ. 5ാമത്തെ മാസം എനിക്ക് 3ാമത്തെ റാങ്കിലേക്ക് കടന്നു വരാൻ സാധിച്ചു. അന്ന് മുതൽ ഞാൻ മന്ത്ലി പെർഫോമൻസ് ബോണസ് കൃത്യമായി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഞാൻ കഴിഞ്ഞ വർഷം ഒരു ഓണക്കാലത്ത് 2 ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഏകദേശം 53,000 രൂപ എനിക്ക് ബില്ല് വന്ന സമയത്ത് ഞാനോ എന്റെ ഹസ്ബൻഡോ എന്റെ ഹോസ്പിറ്റൽ ചെലവിനെ കുറിച്ച് ഓർത്ത് ആശങ്കപ്പെട്ടിരുന്നില്ല. കാരണം എന്റെ ചികിത്സ ഫിജി കാർഡിന്റെ കൈകളിൽ സുരക്ഷിതമായിരുന്നു. കമ്പനി എന്റെ പ്രീമിയം അടച്ചുകൊണ്ട് എനിക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ലഭിച്ചിരുന്നു. ആ കമ്പനിയിൽ നിന്നാണ് എന്റെ ബില്ലുകൾ പേ ചെയ്യപ്പെട്ടത്. അതുകൂടാതെ 6ാമത്തെ റാങ്കിലേക്ക് കടന്ന സമയത്ത് എന്റെ മകൻ കോളേജിലേക്ക് ഡിഗ്രിക്ക് എൻട്രി എടുക്കുന്ന ഒരു ടൈമായിരുന്നു. അന്നത്തെ എന്റെ ആവശ്യങ്ങളുടെ കൃത്യസമയത്ത് എനിക്ക് ഈ കമ്പനിയിൽ നിന്നും 6ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്തതിന്റെ റൈഡർ ഫണ്ട് റിവാർഡായിട്ട് വാങ്ങാനായിട്ട് സാധിച്ചു. അതുകൂടാതെ ഒരിക്കലും ഒരു ഇന്റർനാഷണൽ ട്രിപ്പിനെ കുറിച്ചോ ഒരു വിദേശ യാത്രയെ കുറിച്ചോ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഒരു പാസ്പോർട്ട് പോലും സ്വന്തമായിട്ടില്ലാതിരുന്ന ഞാൻ കഴിഞ്ഞ വർഷം, കേൾക്കാമോ മാഡം? കേൾക്കാമോ? ഞാൻ കഴിഞ്ഞ വർഷത്തെ തായ്ലൻഡ് ട്രിപ്പ് അച്ചീവറാണ്. ഞാനും എന്റെ ടീമിൽ നിന്ന് 15ഓളം വീട്ടമ്മമാര് തായ്ലൻഡില് 4 ദിവസം പോയി 10 പൈസ ചെലവില്ലാതെ, 1 രൂപ ചെലവില്ലാതെ പ്രീമിയമായിട്ട് തായ്ലൻഡ് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വന്നത് ഈ ബിസിനസ്സിലേക്ക് വന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് സാധിച്ചത്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ 12 പ്രാവശ്യം ഞാൻ 30,000 രൂപ സീലിംഗ് അച്ചീവർ ആണ്. അതുകൂടാതെ ഇപ്പോ എനിക്ക് നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത്, 10ാമത്തെ റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് ഇപ്പൊ പ്ലാൻ പറഞ്ഞ സ്നേഹ മാഡം നമ്മളോട് പറഞ്ഞതുപോലെ ഒരു 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ട് കമ്പനി റിവാർഡായി തരുന്നുണ്ട്. ഞാൻ ആ കാർ ഫണ്ട് വാങ്ങാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പൂർത്തിയാക്കി ആ കാർ ഫണ്ട് ഈ ജനുവരിയിൽ ബോച്ചയുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങാനായിട്ട് അതിന്റെ ക്രൈറ്റീരിയ പൂർത്തിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോ ഇതെല്ലാം ഫിജി കാർട്ട് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിലേക്ക് വന്നതുകൊണ്ട് മാത്രം എന്റെ ലൈഫിൽ എന്റെ ഫാമിലിയിൽ ഉണ്ടായ മാറ്റങ്ങളാണ്. ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത് ഇതിന്റെ സാമ്പത്തികമായ നേട്ടത്തെ കുറിച്ചാണെങ്കിൽ എനിക്ക് ഇനി നിങ്ങളോട് പറയാനുള്ളത് ഫിജി കാർട്ട് എന്നിൽ ഉണ്ടാക്കിയ മറ്റു ചില നേട്ടങ്ങളെ കുറിച്ചാണ്. ഫിജി കാർട്ട് ഒരു കൽപ്പവൃക്ഷമാണെന്ന് ഞാൻ പറയും. ഫിജി കാർട്ട് ഏറ്റെടുത്ത് പഠിച്ച് മനസ്സിലാക്കി ക്ഷമയോടെ കാത്തിരുന്നു. ഒരിക്കലും ഇത് ഓടി നടന്ന് ആളെ ചേർക്കുന്ന ഒരു ആളെ ചേർക്കൽ ബിസിനസ് അല്ല. ഈ ബിസിനസ് ചെയ്യാനും വരുമാനം ഉണ്ടാക്കാനും സ്വന്തം ജീവിതത്തിന്റെ നിലവാരം ഉയർത്താനും ആഗ്രഹിക്കുന്ന, ഒരു വരുമാനം കൂടി ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷം 5 വർഷത്തിന് ശേഷം എനിക്ക് കുറച്ച് വലിയൊരു എമൗണ്ട് ആവശ്യമുണ്ട്, എനിക്കൊരു വീട് വെക്കണം, എനിക്ക് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, എന്റെ പേരൻസിനെ എനിക്ക് നല്ലപോലെ നോക്കണം, എന്റെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലും ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്കൊരു കാരണക്കാരനോ ആകാൻ സാധിക്കും എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ റെഫർ ചെയ്ത് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന എല്ലാ പാർട്ട്നേഴ്സും 3ാമത്തെ റാങ്കിന് മുകളിലേക്ക് അച്ചീവേഴ്സ് ആയിട്ട് പോയിട്ടുണ്ട്. അതിൽ ഇന്ന് എന്നോടൊപ്പം തന്നെ 30,000 രൂപ വരുമാനം എന്റെ ഡയറക്ടർ സ്പോൺസർഷിപ്പിൽ വന്ന DSDM ലീഡർ ഡാലി മാഡത്തിന് വാങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വിശ്വസിച്ച് ഈ ബിസിനസ് ഏറ്റെടുത്ത് വരുന്നവരുടെ ലൈഫിലും നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഒരുപാട് പേഴ്സണാലിറ്റി ചേഞ്ചസ്, ഒരുപാട് അപ്ഡേഷൻസ്. ഏകദേശം ഡിഗ്രി പാസ്സായതിനു ശേഷം മറ്റൊന്നും പഠിക്കാൻ പോകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ പിന്നീട് വിദ്യാഭ്യാസം ചെയ്തിട്ടില്ല. ഏകദേശം 22 വർഷക്കാലം വീട്, മക്കള്, വീട്ടുകാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം
എൻ്റെ 2021 ഈ ബിസിനസ് എൻ്റെ കൈകളിലേക്ക് എത്തിയതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തില് ഈ കാലഘട്ടം മാറിയതിനനുസരിച്ചുള്ള പല അപ്ഡേഷൻസും ഞാൻ പഠിക്കാനും മനസ്സിലാക്കാനും അത് എൻ്റെ ലൈഫിന്റെ ഭാഗമാക്കാനും ഞാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ സ്വഭാവങ്ങള്, എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, എൻ്റെ ബന്ധങ്ങള്, ഒരുപാട് സ്നേഹവും സൗഹൃദവും സ്വാതന്ത്ര്യവും റെസ്പെക്റ്റും അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം നമുക്ക് തന്നുകൊണ്ടാണ് ഫിജിക്കാട്ട് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ്. നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പലതും നമുക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന നമ്മുടെ നാട്ടില് 150-ൽ പരം വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഗ്രൂപ്പിന്റെ ഒപ്പം നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് പലതും സംഭാവന ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് പല മാറ്റങ്ങളും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യുകയും അതോടൊപ്പം വരുമാനം ഉണ്ടാക്കുകയും നമ്മൾക്ക് വ്യക്തിപരമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്ന ഒരു ബിസിനസ്. നിത്യോപയോഗ സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ഈ വരുമാനം ഉണ്ടാക്കുന്നത്, അല്ലെ? ഫിജിക്കാർട്ടിന്റെ വലിയൊരു മറ്റൊരു പ്രത്യേകത അതാണ്. ഫിജിക്കാർട്ട് ഒരിക്കലും ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനി അല്ല. ഫിജിക്കാർട്ടിൽ ഏതൊരാൾക്കും നിത്യമായിട്ട് വേണ്ടി വരുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മളുടെ ആരുടെ വീട്ടിലെടുത്താലും നമുക്ക് ഡെയിലി ആവശ്യമുള്ള സാധനങ്ങളുണ്ട്, വീക്ക്ലി ആവശ്യമുള്ള സാധനങ്ങളുണ്ട്, മന്ത്ലി ആവശ്യമുള്ള സാധനങ്ങളുണ്ട്, ഇയർലി മാത്രം വാങ്ങേണ്ട സാധനങ്ങളുണ്ടല്ലേ. ഇതിൽപ്പെട്ട ഏതൊക്കെ കാറ്റഗറിയിൽപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്ന് നിങ്ങളോട് ഈ ബിസിനസ് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ, അല്ലെങ്കിൽ നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആളുമായിട്ട് സംസാരിച്ച് ചോദിച്ച് മനസ്സിലാക്കി ഒരൊറ്റ തവണ അതിൽ നിന്ന് നിങ്ങളുടെ വീട്ടില് പല ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന സാധനങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് ചൂസ് ചെയ്ത് കാർട്ടിലിട്ട് പർച്ചേസ് കൊടുത്ത് നിങ്ങൾ ആ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കൊടുത്ത പൈസയ്ക്ക് ഉതകുന്ന സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ ഉൽപ്പന്നത്തോടൊപ്പം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത മറ്റൊരു വലിയൊരു കാര്യം കൂടി നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു. ഈ ബിസിനസ് ചെയ്യാനുള്ള ഒരു വലിയ അവസരം, ഒരു ID അതുകൂടി നമ്മുടെ കയ്യിലേക്ക് തരുന്നുണ്ട്. ഈ ID ഉപയോഗിച്ചുകൊണ്ട് ഈ ബിസിനസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, വരുമാനം ഉണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കാം. സാധാരണക്കാരായ ഒരുപാട് ആളുകൾ രണ്ടാമതൊരു വരുമാനം ആഗ്രഹിച്ച് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. ഒരു കാലത്ത് നല്ല രീതിയിൽ കുടുംബം നോക്കി, പിന്നീട് ഇപ്പോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടോ മറ്റെന്തെങ്കിലും പ്രതികൂല സാഹചര്യം കൊണ്ടോ ജോലി ചെയ്യാൻ സാധിക്കാത്ത വ്യക്തികൾ നമ്മുടെ നാട്ടില് നമ്മുടെ ചുറ്റുപാട് ഇഷ്ടം പോലെ ഉണ്ട്. നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ടും ഒരു കരിയർ ബ്രേക്ക് സംഭവിച്ച് ജോലിക്ക് പോകാൻ കഴിയാതെ, ഇപ്പൊ സ്നേഹ മാഡം പറഞ്ഞു അല്ലെ, എനിക്കൊരു കരിയർ ബ്രേക്ക് സംഭവിച്ചിരുന്നു, ആ സമയത്താണ് എനിക്ക് ഈ ബിസിനസ് കയ്യിൽ കിട്ടിയത്. അങ്ങനെ ഒരു കരിയർ ബ്രേക്ക് സംഭവിച്ചിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാര്, പെൺകുട്ടികള് നമ്മുടെ ചുറ്റുപാടുണ്ട്. അവരൊക്കെ സ്വന്തമായ ഒരു വരുമാനം ആഗ്രഹിക്കുന്നുണ്ട്. അവരിലേക്ക് എല്ലാം ഈ ബിസിനസ് എത്തിച്ചുകൊണ്ട് അവരുടെ കംഫർട്ടിൽ ഇരുന്നു കൊണ്ട് ഒരു ടാർജറ്റും ഇല്ലാതെ, ആരെയും പേടിക്കാതെ, ഒരു സ്ട്രെസ് ഇല്ലാതെ അവർക്ക് പ്രോഡക്റ്റുകളെ പ്രോഫിറ്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോ പലരിലൂടെ കടന്നു വന്ന പല ആളുകള് സോപ്പ് വാങ്ങിയപ്പോഴും പേസ്റ്റ് വാങ്ങിയപ്പോഴും പല 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 ഉൽപ്പന്നങ്ങൾ ഫിജിക്കാർട്ടിൽ നിന്ന് വൺ ടൈം വാങ്ങി കഴിഞ്ഞ സമയത്താണ് എൻ്റെ അക്കൗണ്ടിലേക്കും ചെറുതും വലുതുമായ വരുമാനങ്ങൾ എത്തിയത്. അപ്പൊ പാസീവായിട്ടൊരു ഇൻകം, ലിവറേജ്, ഇത് രണ്ടും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഫിജിക്കാർട്ടിലൂടെ സാധിക്കും. ഈ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയിലും നമ്മുടെ രാജ്യത്തിന്റെ ലീഗാലിറ്റിയിലും നമ്മുടെ ട്രേഡ് യൂണിയനുകളുടെ പിന്തുണയിലും എല്ലാം വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ഈ പ്ലാൻ ആദ്യമായിട്ട് കേൾക്കാനായിട്ട് വന്ന ഗസ്റ്റുകളായിട്ടുള്ളവർ ഇപ്പോൾ തന്നെ ഈ മീറ്റിങ്ങിന് ശേഷം നിങ്ങളെ ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആളുകളുമായിട്ട് സംസാരിക്കുക. എത്രയും പെട്ടെന്ന് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരിക, ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കുക. നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, ഒരിക്കൽ കൂടി MC പ്ലാൻ കൈകാര്യം ചെയ്ത നീതു മാഡത്തിനും സ്നേഹ മാഡത്തിനും വലിയ നേട്ടങ്ങൾ ഫിജിക്കാർട്ടിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. ബിഗ് കൺഗ്രാറ്റ്സ്. നല്ല മനോഹരമായിട്ട് നിങ്ങൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ MC യും പ്ലാനും കൈകാര്യം ചെയ്തു കഴിഞ്ഞു.
അപ്പോ താങ്ക് യു നീതു മാഡം, താങ്ക് യു സോ മച്ച്. ഇന്ന് ഈ കൺസെപ്റ്റിന്റെ ചീഫ് ഗസ്റ്റ് ആയി വരാൻ, ഇന്നത്തെ നമ്മുടെ കമ്പനിയുടെ BOPയുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാനായിട്ട് എനിക്ക് ഒരു അവസരം തന്ന നമ്മുടെ BOP കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകളോടും എന്നെ ഈ ബിസിനസ്സിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന എന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള ബിബിൻ ഷാ മാഡത്തിനോടും ഹുസൈനാർ സാറിനോടും എന്റെ പാർട്ട്നേഴ്സിനോടും എന്റെ ഫാമിലിയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. ഐ എം സന്ധ്യ, ZSTMFijika.com.